In the last class, we were discussing about cost of equity capital. അതിൻ്റെ ഒരു രണ്ട് മെത്തേഡ്സ്, ടോട്ടൽ 4 മെത്തേഡ്സ് ഉണ്ട്. അതിൻ്റെ 2 മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ തേർഡ് മെത്തേഡ്, ഏർണിംഗ് പ്രൈസ് മെത്തേഡ് ഓർ ഏർണിംഗ് ഈൽഡ് മെത്തേഡ്. ഏർണിംഗ് പ്രൈസ് മെത്തേഡ് അല്ലെങ്കിൽ ഏർണിംഗ് ഈൽഡ് മെത്തേഡ് പ്രകാരം പറയുന്നത്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇസ് മെഷർഡ് ഓൺ ദി ബേസിസ് ഓഫ് പ്രപ്പോർഷൻ ബിറ്റ്വീൻ ഏർണിംഗ്സ് പെർ ഷെയർ ആൻഡ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. അതായത് നമുക്ക് ഒരു ഷെയറിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഏർണിംഗ് പെർ ഷെയറും മാർക്കറ്റ് പ്രൈസ് പെർ ഷെയറും അതിൻ്റെ തമ്മിലുള്ള ഒരു പ്രപ്പോർഷനാണ് മെയിനായിട്ടും ഏർണിംഗ് പ്രൈസ് മെത്തേഡിൽ നോക്കുന്നത്. ഇനി according to this method, the cost of equity capital is the discount rate that equates the present value of expected future earnings per share with the net proceeds or the current market price of a share. അതിൽ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഏർണിങ്സ് പെർ ഷെയർ. നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഏർണിങ്സ് പെർ ഷെയറും നമ്മളിപ്പം കാണുന്ന കറന്റ് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ നെറ്റ് പ്രൊസീഡ്സുമായിട്ട്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഏർണിങ്സും കറന്റ് മാർക്കറ്റ് പ്രൈസുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു റേറ്റിനെയാണ് ഇവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പം ഫ്യൂച്ചർ ഏർണിങ്സിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയാണെന്നും അതും കറന്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്നും നോക്കാം. അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു റേറ്റ് കിട്ടും. അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ആസ് പെർ ഏർണിങ്സ് പ്രൈസ് മെത്തേഡ് ഓർ ഏർണിംഗ് ഈൽഡ് മെത്തേഡ്. ഇനിയും അതിൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞു, ഏർണിങ്സ് പെർ ഷെയർ വേണം, മാർക്കറ്റ് പ്രൈസും വേണമെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇക്വേഷനായിട്ട് വരുന്നത്. ഇ പി എസ് ഡിവൈഡഡ് ബൈ എൻ പി ഓർ ഇ പി എസ് ഡിവൈഡഡ് ബൈ എം പി. എൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രൊസീഡ്സും എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസും. ഇനി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇ പി എസ്, ഏർണിംഗ് പെർ ഷെയർ. അപ്പം ഏർണിംഗ് പെർ ഷെയർ കണ്ടുപിടിക്കാനായിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ നെറ്റ് ഏർണിങ്സ് എത്രയാണോ, അവർക്ക് ഇൻ ടോട്ടൽ എത്ര ഏർണിങ്സ് ആണോ കിട്ടിയത്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് കൊടുക്കാനുള്ള നെറ്റ് ഏർണിങ്സ് ടു ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ നെറ്റ് ഏർണിങ്സ് അവൈലബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ചെയ്യുമ്പോൾ നമുക്ക് ഏർണിങ്സ് പെർ ഷെയർ, ഒരു ഷെയറിന് എത്രയാണ് ഏർണിങ്സ് എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇ പി എസും കിട്ടി, നെറ്റ് പ്രൊസീഡ്സ് അല്ലെങ്കിൽ ആ ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഏർണിംഗ് പ്രൈസ് മെത്തേഡ് വെച്ചിട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. മാക്സ് ലിമിറ്റഡ് ഹാസ് 5 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 100 each. The firm is considering an expenditure of 50 lakhs for expanding its operation. The market price, അതിനെയാണ് എം പി എന്ന് പറഞ്ഞിരിക്കുന്നത്. The market price of existing share is ₹100. അപ്പം എം പി എത്രയാണ്? ₹100 ആണെന്ന് മനസ്സിലായി. ദ ഏർണിംഗ് ഓഫ് കമ്പനി ആഫ്റ്റർ ടാക്സ് was ₹100 lakhs. Compute cost of existing equity capital and of new equity capital, assuming that new shares will be issued at a price of 92 per share and cost of new issue will be ₹2 per share. അപ്പം നമുക്കിത് രണ്ട് കേസസ് ആയിട്ടാണ് ചെയ്യേണ്ടത്. എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെയും വേണം, അതായത് ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെയും നമുക്ക് കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പം ആദ്യം തന്നെ കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമുക്ക് ആദ്യം തന്നെ ഹെഡിങ് കൊടുക്കാം. ആസ് പെർ ഫസ്റ്റ് കേസാണ് കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇക്വേഷൻ എന്താണ്? എക്സിസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ആ ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഫോർ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് വി ഹാവ് ടു കൺസിഡർ മാർക്കറ്റ് പ്രൈസ്. ഇനി നമുക്കറിയാൻ മേല ഇ പി എസ് കണ്ടുപിടിക്കണം. ഇ പി എസ് അല്ലെങ്കിൽ ഏർണിംഗ് പെർ ഷെയർ എത്രയാണ്? നെറ്റ് ഏർണിങ്സ് അവൈലബിൾ ടു ഷെയർ ഹോൾഡേഴ്സ്. നെറ്റ് ഏർണിങ്സ് ഓഫ് ദി കമ്പനി ആഫ്റ്റർ ടാക്സ് വാസ് 100 lakhs. അപ്പം ഏർണിങ്സ് അവൈലബിൾ ടു ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പാകത്തിന് നമ്മുടെ കയ്യിൽ എത്ര ഏർണിങ്സ് ഉണ്ട്? 100 lakhs ഉണ്ട്. ആൻഡ് മാർക്കറ്റ് പ്രൈസ്
per share. സോറി, മാർക്കറ്റ് പ്രൈസ് അല്ല, EPSന്റെ ഇക്വേഷൻ അല്ലേ ചെയ്യുന്നത്. അപ്പം നെറ്റ് ഏർണിംഗ്സ് ടു ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. സോ 100 lakhs ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ്? 5 lakh ഇക്വിറ്റി ഷെയർസ്. അപ്പം നമുക്ക് EPS എത്ര കിട്ടും? ₹20. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് EPS കിട്ടി. സോ K ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ MP, മാർക്കറ്റ് പ്രൈസ്. ഇവിടെ മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ ₹100 ആണെന്ന് പറഞ്ഞു. സോ വി ആർ ടേക്കിംഗ് മാർക്കറ്റ് പ്രൈസ് ആസ് 100 ആൻഡ് നമുക്കിത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 1/5 എന്ന് വരും. 1/5 is equal to 20%. അല്ലെങ്കിൽ നമുക്കിവിടെ തന്നെ അറിയാം 20/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര തന്നെയാണ്, 20% തന്നെയാണ്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വേഷൻ ഓർക്കുക, എക്സിസ്റ്റിംഗ് ഷെയർസിനാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് പ്രൈസ് എടുക്കും, ന്യൂ ഇക്വിറ്റി ആണെങ്കിൽ നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് എടുക്കും. സോ EPS ഡിവൈഡഡ് ബൈ NP എന്ന് പറയും. നമുക്ക് EPS സെയിം തന്നെ ₹20 നമ്മളിവിടെ കണ്ടുപിടിച്ച EPS തന്നെയാണ് അടുത്ത കേസിന് വരുന്നത്. 20 ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അതായത് compute the cost of existing and new equity assuming that new shares will be issued at a price of 92 ആണ് പുതിയ ഷെയർസിന്റെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയുന്നുണ്ട്, കോസ്റ്റ് ഓഫ് ന്യൂ ഇഷ്യൂ 2 per share, ₹2 കോസ്റ്റ് ഓഫ് ഇഷ്യൂ ആയിട്ടും വരുന്നുണ്ട്. നമ്മളത് കുറയ്ക്കണ്ടേ നെറ്റ് പ്രൊസീഡ്സിൽ നിന്നും. ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ നെറ്റ് പ്രൊസീഡ്സ് എടുക്കുക. അപ്പം 20 ഡിവൈഡഡ് ബൈ 90 എന്ന് വരും. 0.222 എന്ന് വരും. അതായത് 22.22% ആണ് നമ്മൾക്ക് കോസ്റ്റ് ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഇതാണ് നമുക്ക് ഏർണിംഗ് പ്രൈസ് മെത്തേഡിൽ പറയുന്നത്. ഇനി ഏർണിംഗ് പ്രൈസ് മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് കേസസ് ഉണ്ട്. അത് ഒന്ന് രണ്ട് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് കുറച്ച് അസംഷൻസ് അല്ലെങ്കിൽ കേസസ് നമുക്ക് പറയാം. ഒന്നാമത്തേതായിട്ട് പറയുന്നത്, ഈ പറഞ്ഞ EPS കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന കേസുകളിൽ മാത്രമേ, അതായത് വെൻ EPS ആർ എക്സ്പെക്റ്റഡ് ടു റിമെയിൻ കോൺസ്റ്റന്റ്, ആ കേസസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ഏർണിംഗ് ഈൽഡ് മെത്തേഡ് യൂസ് ചെയ്യാം. രണ്ടാമതായിട്ട് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 100% ആണെങ്കിൽ കിട്ടുന്ന പ്രോഫിറ്റ്സ് മൊത്തം, ഓൾ അവൈലബിൾ പ്രോഫിറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന എല്ലാ പ്രോഫിറ്റ്സും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 100% പേ ഔട്ട് റേഷ്യോ ആണെന്ന് നമ്മൾ പറയും. അങ്ങനെയുള്ള കേസസിലും നമുക്ക് EPS യൂസ് ചെയ്യാം. തേർഡ് വൺ, when a firm is expected to earn an amount on equity shares capital which is equal to current rate of earnings. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വി ആർ എക്സ്പെക്ടിങ്, എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്? വെൻ എ ഫേം ഇസ് എക്സ്പെക്റ്റഡ് ടു ഏൺ ആൻ എമൗണ്ട് ഓൺ ന്യൂ ഇക്വിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു കറന്റ് റേറ്റ് ഓഫ് ഏർണിംഗ്. നമ്മൾ പുതിയ ഷെയർസിൽ നിന്നും അല്ലെങ്കിൽ പുതിയ ഇക്വിറ്റി ഷെയർ വഴി ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഉള്ള ഏർണിങ്സിന് ഇക്വലൻ്റ് ആയിട്ട് അതിൽ നിന്ന് കിട്ടും എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ, ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ഇസ് ഇൻഫ്ലുവൻസ് ഒൺലി ബൈ ഏർണിങ്സ് പെർ ഷെയർ. മാർക്കറ്റ് പ്രൈസ് എന്തുകൊണ്ട് മാത്രമേ ഇൻഫ്ലുവൻസ്ഡ് ആകത്തുള്ളൂ? EPS കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന കേസസിൽ മാത്രമേ നമ്മൾ ഏർണിംഗ് ഈൽഡ് മെത്തേഡ് യൂസ് ചെയ്യാറുള്ളൂ. സോ ജസ്റ്റ് പോയിന്റ് ഔട്ട് ആ കേസസ് ഏതൊക്കെയാണെന്ന് മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇനി ഏറ്റവും ലാസ്റ്റ് മെത്തേഡാണ് ഫോർത്ത് മെത്തേഡ്, അതായത് റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ്. റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ് നമുക്ക് പ്രോബ്ലം വൈസ് ഒന്നും ചെയ്യാനില്ല, പക്ഷെ അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതാണ് റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ്. റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ പഠിച്ച ബാക്കി എല്ലാ മെത്തേഡ്സിലും ഫ്യൂച്ചറിൽ എത്ര കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്കൊരു എസ്റ്റിമേഷൻ നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് വൺ ഓഫ് ദി ലിമിറ്റേഷൻസ് ഓഫ് യൂസിങ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് ആൻഡ് ഏർണിംഗ്സ് ഈൽഡ് മെത്തേഡ് ഈസ് ദ പ്രോബ്ലം ഓഫ് എസ്റ്റിമേറ്റിംഗ് ദി
എക്സ്പെക്ടേഷൻസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് റിഗാർഡിംഗ് ദ ഫ്യൂച്ചർ ഡിവിഡൻഡ്. നമുക്ക് എന്തുമാത്രം കിട്ടും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്തു വെക്കുകയാണ്. ആൻഡ് ദേ ആർ ഓൾ പ്രോബബിലിസ്റ്റിക് എക്സ്പെക്ടേഷൻ. അത് സംഭവിക്കാം, സംഭവിക്കാതെ ഇരിക്കാം. അപ്പം ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഒരു രീതിയിലും കൺഫേം ചെയ്ത് പറയാനായിട്ട് പറ്റില്ല. അത് സംഭവിക്കുമോ അല്ലെങ്കിൽ ഇത്രയും കിട്ടുമോ കിട്ടത്തില്ലയോ എന്ന് നമുക്ക് ഒരിക്കലും കൺഫേം ചെയ്ത് പറയാൻ പറ്റാത്ത കേസസിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പം സംഭവിക്കുമോ സംഭവിക്കില്ലയോ എന്നുള്ളതിനെ പറ്റി നമുക്കൊരു കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം അതിന് പകരം നമുക്ക് ഇത്തിരി ഉറപ്പ് അല്ലെങ്കിൽ കൺഫേം ചെയ്ത് ഉറപ്പ് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ കൺഫേം ചെയ്ത് പറയാൻ പറ്റുന്നത് എന്താണ്? ഇത്തിരി ഉറപ്പ് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ റിയലൈസ് ചെയ്തിട്ടുള്ള ഈൽഡിൻ്റെ ബേസിസിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും കിട്ടുമെന്നൊരു ഉറപ്പ് പറയാനായിട്ട് പറ്റും. സോ ബാക്കിയുള്ള എല്ലാ മെത്തേഡ്സിൻ്റെയും ആ ഒരു എക്സ്പെക്ടേഷൻ എന്നുള്ള ആ ഒരു ലിമിറ്റേഷൻ പരിഹരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മളിപ്പം പറഞ്ഞു നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ റിയലൈസ് ചെയ്തിട്ടുള്ള ഈൽഡിൻ്റെ ബേസിസിൽ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. അതാണ് കുറച്ചും കൂടെ നമുക്ക് ഉറപ്പ് കിട്ടുന്നതെന്ന് പറഞ്ഞു. അവിടെയാണ് ഈ മെത്തേഡിൻ്റെ ബെനിഫിറ്റ്. അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ് എന്ന് അതിൻ്റെ പേരിൽ തന്നെയുണ്ട്. സോ ഇൻ ഓർഡർ ടു ഓവർകം ദിസ് ഡിഫിക്കൽറ്റി, the actual average rate of return realized in the past is used to determine the cost of capital. നമ്മൾ ആക്ച്വലി നമുക്ക് എത്രയാണ് ഇൻ ദി പാസ്റ്റ് റിയലൈസ് ചെയ്തത് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമൈൻ ചെയ്തത്, ഓൾറെഡി റിയലൈസ് ചെയ്ത ഒരു വാല്യൂവിൻ്റെ ബേസിസിൽ. ഇത്രയും നാളും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഓർ ആക്ച്വലി ഇൻകർ ചെയ്തുകൊണ്ടിരുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടല്ലോ, ആ കോസ്റ്റും ആക്ച്വലി നമ്മൾ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിട്ടേണും അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഫ്യൂച്ചറിലുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. സോ റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനില്ല. ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതായത് ഓൾറെഡി നമ്മൾ റിയലൈസ് ചെയ്ത ഈൽഡിൻ്റെ ബേസിസിൽ നമ്മൾ ഫ്യൂച്ചറിലുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അനലൈസ് ചെയ്യുന്നതിനെയാണ് റിയലൈസ് ഈൽഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ 4 മെത്തേഡ്സ് കഴിയുന്നതാണ്. ഇനി അടുത്ത ഒരു സ്പെസിഫിക് സോഴ്സിൻ്റെ കോസ്റ്റാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അതാണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഈ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഏർണിങ്സ് ഓഫ് ദി കമ്പനി വിച്ച് ഇസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. അതായത് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സിനെയാണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഈ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് 2 തരത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് റിസർവ് ആയിട്ട് സൂക്ഷിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ചിലവർ പറയുന്ന ഒരു ഇതാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആർഗ്യൂഡ് ദാറ്റ് റീറ്റെയിൻഡ് ഏർണിങ്സിന് വലിയ കോസ്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. കാരണം റീറ്റെയിൻഡ് ഏർണിങ്സ് റിസർവ് ആയിട്ട് മാറ്റി വെക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു പേ ഡിവിഡൻഡ് ഓൺ റീറ്റെയിൻഡ് ഏർണിങ്സ്. അതുകൊണ്ട് അത് ഒരു ആർഗ്യുമെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇറ്റ് ഈസ് ആർഗ്യൂ ദാറ്റ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഡു നോട്ട് ഇൻവോൾവ് എനി കോസ്റ്റ് ബിക്കോസ് എ ഫേം ഇസ് നോട്ട് റിക്വയർഡ് ടു പേ ഡിവിഡൻഡ് ഓൺ റീറ്റെയിൻഡ് ഏർണിങ്സ്. നമ്മൾ റിസർവ് ആയിട്ട് മാറ്റി വെക്കുന്നതിനോ അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യുന്ന ഏർണിങ്സിന് നമുക്ക് എന്ത് കൊടുക്കണ്ട, ഡിവിഡൻഡ് കൊടുക്കണ്ട. അത് കാരണം അതിനൊരു കോസ്റ്റ് ഒന്നും വരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുമ്പോൾ ഇത് എൻറ്റയർ എമൗണ്ട് അല്ല ഷെയർ ഹോൾഡേഴ്സിന് എത്തുന്നത്. ഇപ്പം ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ദി എൻറ്റയർ ഏർണിങ്സ് അല്ല ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായിട്ട് ഫുൾ എമൗണ്ട് കിട്ടില്ല. കാരണം കുറച്ച് എമൗണ്ട് ടാക്സ് ആയിട്ട് കമ്പനി അടച്ചതിന് ശേഷമാണ് ഷെയർ ഹോൾഡേഴ്സിന് ബാക്കി എമൗണ്ട് കൊടുക്കുന്നത്. സോ അവിടെ ഒരു ടാക്സ് കമ്പോണൻറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പം ടാക്സ് കമ്പോണൻറ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ റീറ്റെയിൻഡ് ഏർണിങ്സ് എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ എന്തടച്ചിരിക്കണം, ടാക്സ് അടച്ചിരിക്കണം. അതുകൊണ്ടാണ് നമുക്കിപ്പം റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ ഇക്വേഷനകത്ത് നമ്മൾ ടാക്സ് കൺസിഡർ ചെയ്യുന്നത്. അതാണ് ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ് ബ്രോക്കറേജ്. ബ്രോക്കറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഇപ്പം ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ ഇടുമ്പോൾ അതിന് നമ്മൾ എന്ത് കൊടുത്തിരിക്കണം, ബ്രോക്കറേജ് ഫീസ് കൊടുത്തിരിക്കണം. സോ ടാക്സും
ബ്രോക്കറേജ് ഫീസും നമ്മൾ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട രണ്ട് എലമെൻറ്റ്സ് ആണ്. അതാണ് ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ ഇക്വേഷൻ നോക്കാം. കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഡിനോട്ട് ചെയ്യാനാണ് KR ഇസ് ഈക്വൽ ടു D1/NP പ്ലസ് G. ഇതെന്തിൻ്റെ ഇക്വേഷനാണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ ഇക്വേഷനാണ്. ഡിവിഡൻഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് പ്ലസ് ഗ്രോത്ത് റേറ്റ്. ആ ഗ്രോത്ത് റേറ്റ് വരുന്ന ഡിവിഡൻഡ് പ്ലസ് ഗ്രോത്ത് റേറ്റ് വരുന്ന ഇതിൻ്റെ ഇക്വേഷനാണ് ഇത് ഇത്രയെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു റീറ്റെയിൻ ഏർണിങ്സിന് കോസ്റ്റ് ഉണ്ട്, ടാക്സും കൺസിഡർ ചെയ്യണം, ബ്രോക്കറേജ് ഫീസും കൺസിഡർ ചെയ്യണം. അതിനാണ് 1 - Tയും 1 - Bയും ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഷോർട്ടാക്കി എഴുതുന്നുണ്ടെങ്കിൽ KE കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഇത് ഇത്രയും നമ്മൾ ചെറുതാക്കി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് എഴുതി ഇൻറ്റു 1 - Tയും 1 - B എന്ന് എഴുതി. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് 10% ആണ്. ആവറേജ് ടാക്സ് റേറ്റ് ഇസ് 30% and expected that 2% is the brokerage cost that the shareholders will have to pay while investing their dividend in alternative securities. അപ്പം റീറ്റെയിൻഡ് ഏർണിങ്സ് ഒരു ഓൾട്ടർനേറ്റീവ് സെക്യൂരിറ്റീസിനകത്ത് ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന ബ്രോക്കറേജ് ആണ് 2% എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് കണ്ടുപിടിക്കണം. ഒന്നുമില്ല, നമുക്ക് ഇക്വേഷനിലേക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ആദ്യം ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് KE എന്താണ്? 10%. 1 - T 1 - B. അപ്പം KE 10% എന്ന് പറഞ്ഞിട്ടുണ്ട്, ടാക്സ് റേറ്റ് 30% എന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്രോക്കറേജ് 2% എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 10% ഇൻറ്റു 1 - 10/100 10% KE ആണെന്ന് മനസ്സിലായി. 1 - 0.3 ഇൻറ്റു 1 - 0.02. ബ്രോക്കറേജ് അല്ലേ 2%. അപ്പോൾ 2/100 ചെയ്യുന്നുണ്ട് 0.02 എന്ന് വരും. അപ്പം നമുക്കിതെല്ലാം കൂടെ സോൾവ് ചെയ്തെടുക്കുന്നുണ്ട്. 10% ഇൻറ്റു 0.7 ഇൻറ്റു 0.98 ആൻഡ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് 6.86% ആണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ്. അതിനെയും റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത്, അതാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്നതാണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പം ടാക്സും കൺസിഡർ ചെയ്യണം, ബ്രോക്കറേജ് ഫീസും കൺസിഡർ ചെയ്യണം. സോ ഇതോടുകൂടി നമ്മുടെ കോസ്റ്റ് ഓഫ് സ്പെസിഫിക് സോഴ്സ് ഓഫ് ഫണ്ട്സിൻ്റെ എല്ലാ പ്രോബ്ലംസും അല്ലെങ്കിൽ എല്ലാ കേസസും എല്ലാ മെത്തേഡ്സും കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അതാണ് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത്.